ഇത്ര ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഷവർമയുടെ ചിക്കൻ. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മുടെ ക്യാരറ്റ് ആൻഡ് സ്പ്രിങ് ഓണിയൻ വിൽ ബി അരിഞ്ഞു. സ്പ്രിങ് ഓണിയൻ എൻ്റെ പേരെന്തുവായിരുന്നു, ക്യാബേജ്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊന്നും പേരെന്തോന്നായിരുന്നു ഇതിൻ്റെ, ഫ്രൈസ് അരിയുന്നത് പോലെ ഇങ്ങനെ നീളത്തിൽ അരിയാം. ഗൈസ്, ഇത് വെന്തു എന്നാണ് തോന്നുന്നത്, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് എന്താണ് വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്യണമെന്ന്. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് പെട്ടെന്ന് ഒരു ഐഡിയ ഉദിച്ച്. ഞാൻ വിചാരിച്ചൊരു ബ്രെഡ് ഷവർമ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. നമ്മളിത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് ഷവർമയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷവർമയിലൊക്കെ ഹെൽത്തിയാ. അങ്ങനെയല്ല, ഷവർമയിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള കലോറി ഉള്ള സംഭവമാണ് മയോണീസ്. നമ്മളെ മയോണീസിനെ ഇങ്ങ് ഹെൽത്തി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെൽത്തി ആവാമല്ലോ. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയാലോ, നമ്മുടെ ബ്രെഡ് ഷവർമ, ഹെൽത്തി ബ്രെഡ് ഷവർമ കണ്ടാലോ? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കഴുകാം ഗൈസ്. നമ്മള് പുറത്തോട്ട് പോയപ്പോൾ വാങ്ങിച്ച നല്ല ഫ്രഷ് ചിക്കനാണ്. ദിസ് ഈസ് അവർ ചിക്കൻ. കഴുകുന്നത് ഒരു ടാസ്ക് ആണ് ഗൈസ്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് എന്താണ്, പീസ് മാത്രമാണ്, എല്ലും കാര്യങ്ങളൊന്നും വേണ്ട. ഷവർമയ്ക്ക് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ, എല്ലും കാര്യങ്ങളൊന്നും വേണ്ട. ഇതേപോലത്തെ പീസാണ് വേണ്ടത്. നമുക്ക് പീസ് പറക്കി മാറ്റി വെക്കാം, എന്നിട്ട് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര ചിക്കനാണ് എടുത്തിട്ടുള്ള, ഫുള്ള് പീസാണ്. ഇത്ര ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഷവർമയുടെ ചിക്കനിലോട്ട് ഇനി ഇടാൻ പോകുന്നത് മസാല. ഫസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇടണ്ടേ? ഇരിക്കട്ടെ, മിണ്ടായിരി. ഇടത്തില്ലേ അമ്മ? പൊരിച്ച മീൻ ഇടുവല്ലേ? അയ്യോ, ഞാൻ ഇടും, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇണങ്ങോട്ടതാണ്. ഉലുവാപ്പൊടി ഇടും ഗൈസ്. ഉലുവ ഇട്ടു. ഇനി അടുത്തത് ഉലുവയൊക്കെ ഇടും, മിണ്ടായിരി. ഉലുവ ഇടും ഗൈസ്. എന്റെ കറി അല്ലെ, എന്റെ ഷവർമ ഗൈസ്. ഇനി കുറച്ച് ഉപ്പ്, പെപ്പർ പൗഡർ കുറച്ചിടാവോ, അല്ലെങ്കിൽ എരിഞ്ഞ് പണ്ടാരടങ്ങും. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വിനാഗിരിയാണ് നമ്മുടെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഐറ്റം. കോൺഫ്ലോർ ഇട്ടാൽ നല്ല മൊരിഞ്ഞ ചിക്കൻ കിട്ടും ഗൈസ്. ഇത്ര ഇടുക. നല്ലതുപോലെ ഞാൻ ഇടാം. പൊക്കോ. നല്ലതുപോലെ ഞാൻ വീടി. ഓക്കെ, ഈ ചിക്കനിലൊക്കെ നല്ലതുപോലെ തേക്കാം. അപ്പൊ ഓക്കെ, നമ്മള് ഫസ്റ്റ് എന്താണ് എടുത്തത്? സ്പ്രിങ് ഓണിയൻ. ഈ സ്പ്രിങ് ഓണിയന് നല്ലതുപോലെ കഴുകിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഓക്കെ, സ്പ്രിങ് ഓണിയൻ നമുക്ക് എന്താ പറയുന്ന, നമുക്ക് നല്ലതാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിന്ന് ചീസി ഷവർമ ആണ് ഉണ്ടാക്കാൻ പോണത്. വെറും ചീസ് അല്ല, മൊസറല്ല ചീസ്. ഓക്കെ, നമുക്ക് ഇത് അരിഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് നല്ല രസമാണ്. നമ്മൾ ഇങ്ങനെ എന്താണ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കാണാൻ. അപ്പോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ എടുത്തിട്ടുള്ള എന്തെന്ന് വെച്ചാല് ഒരു ചെറിയ പീസ് വെള്ളമാണ് കഴുകിയ, ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കുനുകുന അരിയാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ക്യാരറ്റ് ആണ്. നമുക്കിനി ക്യാരറ്റ് കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ മയോണീസിന്റെ റെസിപ്പിയുടെ കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട പിങ്കി ജാക്കറാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്.
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കലോറീസ് ഒക്കെ ഉണ്ടല്ലേ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് സംഭവം നല്ല എഫക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഷവർമ്മ കഴിക്കാനും ആഗ്രഹമുണ്ട്, എന്നാ വെയിറ്റ് കൂടുമെന്നും പറഞ്ഞ് കഴിക്കാനും പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആഹാരത്തിന് എങ്ങനെ കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതേപോലെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവേ. ഞാനിപ്പം നമ്മുടെ ഹെൽത്തി ഇതല്ലേ, അപ്പൊ നമ്മള് എടുത്തു, അത്രേ ഉള്ളൂ. നമ്മുടെ മയോണീസ് ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള സംഭവം. മയോണീസ് ആണ്. മയോണീസ് ഇല്ലാതെ ഇതില്ല. മയോണീസ് ഇല്ലാത്ത നമുക്ക് ഷവർമ്മേനെ ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മയോണീസ് ഇല്ലാത്ത ഷവർമ്മ എന്തിനു കൊള്ളാം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള വഴികൾ കണ്ടുപിടിക്കണം. എങ്ങനെ കഴിക്കാം, എങ്ങനെ തിന്നാം, അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചാലേ, അല്ലെങ്കിൽ പിന്നെ ഇല്ല പച്ചക്കറി അത് ഇത് മറ്റത് മറിച്ചതൊക്കെ തിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എത്ര കാലമെന്നും പറഞ്ഞ് അതൊക്കെ കഴിക്കുന്ന, നമുക്കൊരു പരിധി ഇല്ലേ അതൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ് നമ്മുടെ ക്യാരറ്റ് ആൻഡ് സ്പ്രിംഗ് ഓണിയൻ വിൽ ബി അരിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ദിസ് വൺ. ഓക്കെ, ദിസ് വണ്ണിന്റെ പേരാണ് ക്യാബേജ്. യു നോ, ഐ നോ. ഓക്കെ ഗൈസ്, അപ്പോ നമ്മുടെ ഇത് കുനു അരിയണം. ബ്രെഡ് വെച്ചിട്ടുള്ള ഷവർമ്മ സെറ്റ് ആണ് ഗൈസ്. എന്റെ പൊന്നു, ഇത് ബട്ടറിലൊക്കെ ഇട്ട് മുരിച്ച് തിന്നണം. ഓ എന്റെ പൊന്നു, വേറെ ലെവലിലെ സാധനമാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഒരു ഉള്ളി കഴിഞ്ഞ് നമ്മൾ 2 സവാള, 2 സവാളയാണ് എടുത്തിട്ടുള്ള. ഈ 2 സവാള ഇനി അരിയാം ഗൈസ്. ഇനി മതി ഗൈസ്, എനിക്ക് വയ്യ വർത്താനം പറയാൻ. ഗൈസ്, നമ്മള് അടുത്തതായി അരിഞ്ഞത് പച്ചമുളകാണ്. കണ്ണെരിയുന്നുണ്ട്. പച്ചമുളക് അരിഞ്ഞു. ദാ അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ഇതിന്റെ പേരെന്തുവായിരുന്നു? ക്യാബേജ്, ഉള്ളി, സവാള, കണ്ണെരിയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളക്. ഇനി നമുക്ക് ഈ ഇതൊക്കെ ഉണ്ടല്ലേ, ഈ ഇതൊന്നും പേരെന്തോന്നായിരുന്നു ഇതിന്റെ? വെളുത്തുള്ളിയും ഇതും ചെറിയ ഉള്ളി ഒന്നും ഇതിലോട്ടല്ല, നമുക്ക് ഇത് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. ഇഞ്ചി വെളുത്തുള്ളി, ചെറിയ ഇഞ്ചി ഇട്ടില്ല ഗൈസ്. ഇഞ്ചി ഇട്ടിട്ടില്ല, കണ്ടുപിടിക്കാൻ വയ്യാത്തോണ്ട് ഇട്ടില്ല. ഇച്ചിരി ഫുഡ് കളർ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് വരയാം. ഗൈസ്, നമ്മളപ്പോ 2 ഇതാണ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന് നമുക്ക് ഇനി ചെറിയ മറ്റേ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുമ്പോൾ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നല്ലൊരു രസത്തിന് നമുക്കങ്ങനെ കട്ട് ചെയ്യാം. ആയിപ്പോയി. നിങ്ങൾ ഇതാക്കുമ്പോൾ ഇച്ചിരി കനത്തിലരിയണം. ഇങ്ങനെ ഫ്രൈസ് അരിയുന്നത് പോലെ ഇങ്ങനെ നീളത്തിൽ അരിയാം. ഇതേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇത്രയും ഉരുളക്കിഴങ്ങതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഇതിന്റെ ആ ഒരു വൈറ്റ് സാധനം പോകണം. അപ്പൊ അതിനു വേണ്ടി വെള്ളത്തിലിടണം. കൊടുത്തിട്ട് നല്ലതുപോലെ കഴുകി എടുക്കണം. ഇതിൽ ആ ഒരു വൈറ്റ് കളറും കാര്യങ്ങളും ഒക്കെ പോകണം. ഗൈസ്, നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ആ ഒരു വൈറ്റ് കളറ് ഇങ്ങനെ വരുന്നത്, അതെല്ലാം പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയാലേ അത് പോകത്തുള്ളൂ. ഇതിപ്പോ 2ാമത്തെ വെള്ളമാണ്. 3ാമത്തെ വെള്ളത്തിൽ കണ്ട ഒട്ടുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഈ സംഭവത്തിനെയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ പോണത് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇനിയും പണിയുണ്ട് ഗൈസ്. ഈ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കണം. അപ്പൊ ഗൈസ്, ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ചാല്, നമ്മുടെ മയോണീസ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് പനീർ. അപ്പൊ ഈ പനീറിന്
കാണിച്ചു തരാം എത്ര എടുക്കണമെന്ന്. നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്യാം. ഇതിൽ ഫുള്ളായിട്ട് 500 എത്രയോ കലോറി ഉണ്ട്. നമുക്ക് ഇത്രയും വേണ്ട, നമുക്കൊരു 1/4 ഭാഗം എടുക്കാം. ഇതാണ് പനീർ. ഇതിൻ്റെ 1/4 ഭാഗം കുറച്ചെടുക്കാം. പിന്നെ അത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്താവും എന്തോ. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രീക്ക് യോഗേർട്ട് ആണ് ഗൈസ് എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് ഗ്രീക്ക് യോഗേർട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ നോർമൽ യോഗേർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് 15 രൂപയേ ഉള്ളൂ. നിങ്ങൾ ഡോണ്ട് വറി. ഓക്കെ, ഇനി ഞാൻ തന്തൂരി മയോണീസ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടി വേണം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച്. ഓക്കെ, നമ്മൾ തന്തൂരി മയോണീസ് അല്ലേ ഉണ്ടാക്കുന്ന, അപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട ഒരു സംഭവമാണ്, ഒന്നില്ലെങ്കിൽ നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനാഗിരി. ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്താണോ ഉള്ളത്, നമ്മൾ മയോണീസ് ഒക്കെ അടിക്കുന്ന കണക്ക് കുറച്ച് വിനാഗിരി കുറച്ച് മിക്സ് ചെയ്ത് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഗൈസ്, വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4-5 മിനിറ്റേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മയോണീസ്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഞാൻ കാണിച്ചു തരാം. മയോണീസിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് മയോണീസിൻ്റെ കൺസിസ്റ്റൻസി ഗൈസ്. അപ്പം 4-5 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ച് 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാൻ നമ്മൾ പാൻ വെച്ച് കൊടുത്ത്, നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ കൊഴിച്ചു കൊടുക്കാം ഗൈസ്. ദിസ് ഈസ് അവർ ചിക്കൻ. ഇനി ചിക്കൻ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനെ ഒന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് മാറ്റണം, എന്നാലേ നമുക്ക് അടുത്ത ഫ്രൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തടുപ്പിൽ ചിക്കൻ വേവുന്നു, ഇപ്പുറത്തടുപ്പിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാൻ പോകണം. അപ്പം നമുക്ക് കുറേശ്ശെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയ ഇത് വരത്തില്ല. ചെറുതായിട്ടൊന്ന് സ്ഥാനം മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് 1 മിനിറ്റ് ഇത് കുക്കായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ പാത്രത്തിലോട്ട് മാറ്റാം ഗൈസ്. ഇനി നമുക്കിതിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ എണ്ണയൊക്കെ കോരിക്കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ഈ ഒരു കോൺഫ്ലോറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. നമ്മൾ ബ്രെഡ് എന്ന് പറയുന്ന വീറ്റ് ബ്രെഡാണ്. ഈ ബ്രെഡാണ് എടുത്തിട്ടുള്ള. ഇതാകുമ്പോൾ നമുക്ക് കലോറി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, ബ്രെഡായിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ എടുക്കാം. ബട്ടർ ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് ഗൈസ്. മുരിച്ച് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലേ, അത് വേറെ ലെവലാണ്. നമുക്കിത് മാറ്റാം, അടുത്ത ട്രിപ്പ് ഇടാം ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ നമുക്കിനി ചെറിയ പീസാക്കാം ഗൈസ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലാക്കാം. നമുക്ക് ഫ്രൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ഇതാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസ് ദാ വെന്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുളച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മയോണീസ് കുറച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി കുറച്ച് ചിക്കൻ ഇടാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കാം. നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് ഒന്നും കാണൂല, അങ്ങനെ ഇങ്ങനെ. ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണീസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനീ ഹെൽത്തി അല്ലാത്ത മയോണീസിനെ ഡിപ്പെൻഡ് ചെയ്യണം? നമുക്ക് ചീസി ഷവർമ മേക്ക് ചെയ്യാം. ഇതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നെയ്യല്ല ബട്ടർ കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ കരിഞ്ഞ് നാശമാവും. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്താൽ. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലേ വെക്കാവുള്ളൂ. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഒരു ബ്രെഡ് ഒരുമിച്ച് വെക്കാം. നമ്മളപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫില്ലിങ്സ് കുറച്ച് വെച്ച് കൊടുക്കാം. വീഡിയോ എടുക്കുന്നതിൻ്റെ പോരായ്മകളുണ്ട്, സോറി. ഓക്കെ, ഇതാണ് നമ്മൾ തന്തൂരി മയോണീസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, ഇനി നമുക്ക് കുറച്ച് ഈ സോസ്, അതായത് ഈ സോസിനെ നിങ്ങൾക്കറിയാമല്ലോ. ഈ സോസ് നമുക്കൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്സ് വെച്ചു. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടോ നിങ്ങൾ? ഓക്കെ, നമുക്കത് വെച്ച് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു. നമുക്കിനി കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇത് വെന്തു എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. വാവ്, കൊള്ളാം ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. എന്താ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിന് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ ഷവർമ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാം. കൊള്ളാം. മയോണീസ് അതൊന്നും പറയൂല ഗൈസ്. കറക്റ്റ് മയോണീസിന് അല്ലേ? മയോണീസ് ആണോ വെച്ചു നിങ്ങൾക്ക്? മയോണീസ് അതൊന്നും പറയൂല. കറക്റ്റ് മയോണീസിന്റെ ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.